ഇന്ന് LGBTQ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കെല്ലാതെ അറിയാം. അതും ഈ പറഞ്ഞതുപോലെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ്. അവന് തോന്നുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തോട്ടെ. ഇതിവന്റെ ഹോർമോണിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തോട്ടെ. ഹോർമോണിന്റെ പ്രശ്നത്തിനനുസരിച്ചല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒരാണിന് ഒരു പെണ്ണ് മാത്രം, അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രം, അതാണ് തത്വം. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ നിന്നും ഈ സംവിധാനം നിലനിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്നത്. അത് അവരുടെ ഹോർമോൺ അങ്ങനെയായതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? പലരും ഇതാ ചോദിക്കുന്നത്. ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാമെന്ന് ചോദിച്ചാൽ, ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവം, മാനസാന്തരപ്പെട്ടതിന് ശേഷം മാറിയത്. എന്താണെന്നറിയാമോ? നല്ല എന്തെങ്കിലും സാധനങ്ങൾ കണ്ട അടിച്ചു മാറ്റി പോക്കറ്റിൽ വയ്ക്കുക. ക്ലെപ്റ്റോമാനിയ, അടിച്ചു മാറ്റൽ. അപ്പോൾ ഒരുത്തന് ഈ ക്ലെപ്റ്റോമാനിയയുടെ ഈ ഹോർമോൺ പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കും. നമ്മളെന്ത് പറയും? അതവന്റെ ഹോർമോൺ പ്രശ്നമല്ലേ, അടിച്ചു മാറ്റിക്കോട്ടെ. ഇനി വേറെ ചിലർ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. സീരിയൽ കില്ലേഴ്സ്, അവരുടെ പ്രശ്നം എന്നുള്ളത് ഉറങ്ങിക്കിടക്കുന്നവന് മറ്റേ ചുറ്റികയും കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിൽ ഒറ്റയടി, അടുത്തവന്റെ തലയിൽ ഒറ്റയടി. ഉടനെ നമ്മൾ പറയാണ്, അയ്യോ അതവരുടെ ഹോർമോൺ പ്രശ്നമല്ലേ, അനുവദിച്ചോളൂ, അനുവദിച്ചോളൂ. ഇതാണ് ലോകം പറയുന്നത്. ഇത് ഹോർമോൺ പ്രശ്നമാണെങ്കിൽ ചികിത്സിക്കണം, ആണ് പക്ഷേ ചികിത്സിക്കണം. ഇത് നമ്മൾ യൗവനക്കാർ കലാലയങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഹോർമോണൽ പ്രശ്നമാണ്, അവരങ്ങ് മാറ്റിക്കളയരുത്. നമ്മളവരെ മാറ്റാനല്ല പറയുന്നത്, എടാ ചികിത്സയ്ക്ക് പോന്നീ, സമൂഹത്തിന് തലവേദന ഉണ്ടാക്കാം. ഇവിടെ പുള്ളി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൾസ് ഇക്വാലൻസ് ഫാലസി എന്നാണ് അതിനെ പറയുന്നത്. രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുമല്ലോ, മൊത്തം നമ്മളെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ സാധനം എല്ലാം സെയിം ആണെന്ന് പറഞ്ഞ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് LGBTQ എന്ന് പറയുന്നത് ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ക്ലെപ്റ്റോമേനിയ എന്ന് പറയുന്നത് ഒരു ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ ആണ്. പിന്നെ സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്നത് ഒരു വയലന്റ് ക്രിമിനൽ ബിഹേവിയർ ആണ്. ഇനി ഇത്രയും നോക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ LGBTQ, അല്ലെങ്കിൽ ഒരാൾ ഗേ ആവുകയാണെങ്കിൽ, ഒരാൾ ലെസ്ബിയൻ ആവുകയാണെങ്കിൽ, ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അയാൾ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ക്ലെപ്റ്റോമേനിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വസ്തുവോ സാധനമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്, അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ആ ഒരു സാധനം കിട്ടുന്നത്, അതൊരാൾ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് സീരിയൽ കില്ലിംഗ്, ഒരു വ്യക്തിയെ കൊല്ലുകയാണ്, അതൊരു ക്രിമിനൽ ബിഹേവിയർ ആണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടൊരു നടപടിയല്ല, മറ്റൊരാളെ കൃത്യമായി നേരിട്ട് ബാധിക്കുന്നതാണ്. പക്ഷെ LGBTQ എന്ന് പറയുന്ന ഒരു കാര്യം ഈ കാറ്റഗറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല.